പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഫെബ്രുവരി മാസം 2-ാം തീയതി തിങ്കളാഴ്ച, പുതിയൊരു ദിവസം കൂടെ നൽകിയ നല്ല തമ്പുരാന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ടാകട്ടെ. പോകുന്നിടത്തെല്ലാം വിജയം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മത്തായി സുവിശേഷം 12-ാം അധ്യായം 7-ാം വചനം ധ്യാനിക്കാം. ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ നിരപരാധരെ കുറ്റം വിധിക്കുമായിരുന്നില്ല. സാബത്ത് ദിവസം ശിഷ്യന്മാർ ഗോതമ്പ് കതിരുകൾ പറിച്ചു തിന്നതാണ് വചന പശ്ചാത്തലം. ബലിയർപ്പണത്തിൽ അതീവ ശ്രദ്ധ ചെലുത്തിയിരുന്നവർ പട്ടിണി കിടക്കുന്നവരെക്കുറിച്ച് ചിന്തിക്കുകയോ ഭക്ഷണം നൽകുകയോ ചെയ്യുന്നില്ല. ഓരോ ബലിയർപ്പണവും കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് വഴി തുറക്കുന്നതാകണം എന്ന് ധ്യാനിക്കാം. കർത്താവെ, കരുണയുള്ള ഹൃദയത്തോടെ അങ്ങേ ബലിപീഠത്തിൻ അരികിലേക്ക് അണയാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.